ഹലോ, ജൂജുമാസ് കിച്ചൻ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാപ്പുട്ട് എന്ന് പറയുന്ന ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിഷാണ്. പാപ്പുട്ട് വിത്ത് മട്ടൻ കറിയാണ് ഇന്ന് ജൂജുമ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പുട്ടിനേക്കാളും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിൻ്റെ കൂടെ വഴറ്റാതെ സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ എടുക്കുന്നത് പുട്ടുപൊടിയാണ്. പുട്ടുപൊടി 1.5 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് പുട്ടുപൊടിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ജൂജുമ്മ ഇത് ഉണ്ടാക്കുന്നത്. എല്ലാവരും സാധാരണ പശുമ്പാൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ തേങ്ങാപ്പാലിനാണ് നമ്മൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത്. സോ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. 1.5 കപ്പ് പുട്ടുപൊടിയിലേക്ക് 2.5 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. മധുരം ഉണ്ടാവില്ല, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇത്രയും സാധനങ്ങളൊന്ന് ചേർത്തതിന് ശേഷം നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നല്ല പോലെ സെറ്റായിട്ടുണ്ടാവും. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങ ചിരവിയതാണ്. തേങ്ങ ചിരവിയതും കൂടി ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഇപ്പോൾ നമ്മളുണ്ടാക്കിയ സമയത്ത് ആദ്യം ഒരു 2 കപ്പ് പാലാണ് ഒഴിച്ച് നോക്കിയത്. എന്നിട്ട് പിന്നെ നമുക്ക് സെറ്റായില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് പിന്നെ കുറച്ചും കൂടെ പാലൊഴിച്ച് അങ്ങനെ സെറ്റാക്കിയെടുത്തത്. അപ്പോൾ ടോട്ടൽ 1.5 കപ്പ് പൊടിക്ക് 2.5 കപ്പ് പാൽ, അങ്ങനെയാണ് ലാസ്റ്റ് നമുക്ക് വന്നത്. അങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആവേണ്ടത്. അല്ലാതെ പുട്ടുപൊടി നമ്മൾ നനയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കൺസിസ്റ്റൻസി അല്ല, ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസി ഇങ്ങനെ വേണം ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിതിനെ ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ, അതല്ലെങ്കിൽ നമ്മൾ ഒരു കിണ്ണം പറയില്ലേ, കിണ്ണത്തിൽ അങ്ങനെ ഒഴിച്ചിട്ടും, സാധാരണ അങ്ങനെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. നമ്മളിത് രണ്ടും ട്രൈ ചെയ്തു. ഇഡ്ഡലി തട്ടിൽ ഇതേപോലെ ഒഴിച്ചിട്ടും ചെയ്തു നോക്കി, ഒപ്പം തന്നെ ആ കിണ്ണത്തിൽ ഒഴിച്ചിട്ടും ചെയ്തു. നല്ല ചൂടായിരിക്കുന്ന ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് നെയ്യ് തൂവിയിട്ട് അതിലേക്കാണ് നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. കൺസിസ്റ്റൻസി കറക്റ്റായിരിക്കണം കേട്ടോ, അപ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടുക. നമ്മൾ പുട്ടുണ്ടാക്കി മടുക്കുമ്പോൾ ഈസിയാണ്, എന്നാൽ പുട്ടിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരൈറ്റമാണിത്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും. ഇതുപോലെ ഡിഷിൽ ഇതുപോലെ നെയ്യ് തൂവിയിട്ട് ഇതിലേക്കും ബാക്കി വരുന്ന ആ മാവൊന്ന് സെറ്റാക്കി കൊടുക്കുക. ഇഡ്ഡലി തട്ടിനേക്കാളും ഈസി ഇതാണ്. ഇഡ്ഡലി തട്ടാവുന്ന സമയത്ത് കുറച്ച് ആ പാലൊക്കെ ഒന്ന് ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാവുമ്പോൾ അവിടെ സെറ്റായിട്ട് ഇരുന്നോളും. ഒന്ന് വെന്ത് വരുമ്പോൾ അത് സെറ്റാവാനും എളുപ്പം ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ്. ഈവണായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഭയങ്കര കട്ടി കുറച്ചുണ്ടാക്കരുത്, അപ്പോൾ അത് കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. കുറച്ച് കട്ടിയിൽ വേണം ആക്കിയെടുക്കാൻ വേണ്ടി. ഇതിങ്ങനെ പൊന്തി വരില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 3/4 ഭാഗത്തോളം ഇത് സെറ്റാക്കി എടുക്കാം. അങ്ങനെ ഈവണാക്കി എടുത്തതിന് ശേഷം ഇത് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മട്ടൻ കറിയാണ് നോക്കാൻ പോകുന്നത്. ഒരു പാൻ വയ്ക്കുക. പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം.
അതത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും ഒന്ന് വാടി വരട്ടെ. അങ്ങനെ തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തേങ്ങ ചിരവിയത് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. അതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് കസ്കസാണ്. അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടും ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം അതൊന്ന് മിക്സിയിൽ അരച്ച് വയ്ക്കുക. ഇനി നമ്മൾ ആ കുക്കറിലേക്ക് ഒരു 2 വലിയ സവാള നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കിലോ, ഒരു 1/2 കിലോയിൽ മേളിലുണ്ട്, അത്രയും മട്ടൺ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതായിരുന്നു. അത് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ഗരം മസാല 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ മറ്റേ ആ പേസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു വെള്ളമാണ് ഇതിലേക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഭയങ്കര വഴറ്റി കഷ്ടപ്പെടണ്ട, നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയാണ്. വേഗം തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ പാപ്പുട്ടിൻ്റെ കൂടെ ഞങ്ങൾക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നിയൊരു കറിയാണ്. പിന്നെ നല്ലൊരു കോമ്പിനേഷനാണ് മുട്ട റോസ്റ്റ്, നല്ല കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ പിന്നെ ചിക്കൻ കറിയോ എന്തിൻ്റെ കൂടെയും അത് പോവും. അതൊന്നും അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഇതാണ് നമ്മുടെ മട്ടൻ കറിയുടെ ഫൈനൽ ലുക്ക്. ഈ സമയത്ത് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ വീഡിയോസിന് ലൈക്ക് കുറവാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്തോളൂ. ഒപ്പം ഹൈപ്പ് കൊടുക്കാനും മറന്നു പോകരുത്. അങ്ങനെ ഇതാ നമ്മുടെ പാപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എനിക്കിത് കാണുമ്പോഴേ നമ്മുടെ റവയപ്പത്തിൻ്റെയൊക്കെ ഒരു അതേപോലെ ഒരു ലുക്കാണ് ഇതിന്. റവയ്ക്ക് പകരം നമ്മൾ പുട്ടുപൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് വൈസ് ഭയങ്കര ഡിഫറൻസ് ആണ് കേട്ടോ. ഞാൻ കാണാനുള്ള ലുക്കാണ് പറഞ്ഞത്. ടേസ്റ്റ് വൈസ് ഭയങ്കര ഡിഫറെൻ്റായിട്ട് നല്ല രസമായിട്ടുള്ള ഒരു ഐറ്റമാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. നല്ല വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒപ്പം ഇതേപോലെ കറികളുടെ കൂടെ കഴിക്കാനും അടിപൊളിയാണ്.
ഇന്നത്തെ നമ്മുടെ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.